പേളി മാണിനെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞാൽ പറയുന്നത് ഓർത്തില്ല, പക്ഷേ എനിക്ക് പറയാൻ തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പോസ്റ്റ് ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ച പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റ് ആണ്. അതായത് അവിടെ ഇവിടെ ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം 8 ഫോളോസ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഇത്രയും ദിവസത്തിന് ശേഷം ഒരു പോസ്റ്റ്. അത് അപ്പം തന്നെ കണ്ട മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ആണ്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു അറൗണ്ട് 2018 തൊട്ട് പുള്ളിക്കാരൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ കമന്റ് ഇട്ടു. ഗസ് വാട്ട്, പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്തു. ആ വീഡിയോ ഗൈസ് നിങ്ങൾ അറിഞ്ഞോ, പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണി ഒരു പോസ്റ്റ് ഉണ്ട്. പേളിമണി നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന പേളിമണി ചേച്ചിയുടെ. അപ്പോൾ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ, ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വള്ളത്തിനും കാലി ചവിട്ടാനുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു സൈബർ അറ്റാക്ക് ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പേളിമണി. അപ്പോൾ പേളിമണി ഇട്ട പോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് പേളിമണി എല്ലാവരും ബ്ലോക്ക് ചെയ്തത്, എന്താണ് പേളിമണിയുടെ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇപ്പോഴും അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പം അതെന്താണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപേ ഈ ഒരു നീറ്റിന്റെ പ്രൊട്ടസ്റ്റ്, നീറ്റ് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ചോദ്യ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നീറ്റ് എന്ന് പറയുന്ന എക്സാം മെഡിക്കൽ കോളേജുകളിലേക്കുള്ള, ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരിമിതമായ സീറ്റുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 10-15 മണിക്കൂർ ഉറക്കം മുളച്ചിരുന്ന് പഠിച്ച് അവരുടെ ഫാമിലീസ് അതിനുവേണ്ടി പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ അവർ കഷ്ടപ്പെട്ട് പരീക്ഷ പോയി എഴുതി കഴിയുമ്പം ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ് നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു, ഇനി ഒരിക്കൽ കൂടെ റീടെസ്റ്റ് എഴുതണമെന്ന്. ഇങ്ങനെ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല പലപ്പോഴും സംഭവിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളെല്ലാം ഈ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി കിടന്ന് പിള്ളേർ അവിടെ കിടന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ പേളിമാണി ഇവിടെ നിന്ന് വന്നിരുന്ന് സിമ്പിളായിട്ട് പറയാണ്, പ്രൊട്ടസ്റ്റ് ഒന്നും നടത്തണ്ട, എല്ലാവരും വീട്ടിൽ പോകും, സുരക്ഷിതരായിട്ടിരിക്കൂ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്ന്. അപ്പോൾ പേളിമാണിയുടെ ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് റീഡ് ചെയ്യാം. പേളിമണിയുടെ കുറിപ്പ് വളരെ സിമ്പിളാണ്. പേളിമണി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പേളിമണി ഈ ഒരു വേദനാത്മകമായ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് രാജ്യത്തെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും കുറച്ച് മനസ്സുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ വിദ്യാർത്ഥികളും പോലീസുകാരും കൂടെ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സേറെ വേദനിച്ചു. വിദ്യാർത്ഥികൾക്ക് കൊണ്ടതല്ല, തിരിച്ചടിച്ചപ്പം പോലീസുകാർക്ക് കൊണ്ടതാണ് പേളിമണി കൂടുതൽ വേദനിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ മനസ്സിൽ വന്ന ഏക ചിന്ത ഇതായിരുന്നു, ദയവായി ആർക്കും പരിക്കേൽപ്പിക്കരുത്, എല്ലാവരും സുരക്ഷിതമായിരിക്കണം, ജീവൻ അപകടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുക. ഒരു ലക്ഷ്യവും ഒരു മനുഷ്യജീവനേക്കാൾ വിലപ്പെട്ടതല്ല. ഓരോ വിദ്യാർത്ഥിയും ഒരാളുടെ മകനോ മകളോ ആണ്, അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നവും ലോകവുമാണ്. വിദ്യാർത്ഥികൾക്ക് സുതാര്യവും നീതിപൂർണ്ണവുമായ വിദ്യാഭ്യാസ സംവിധാനം ലഭിക്കണം, എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണം. അത് പേളിമണി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ പ്രൊട്ടസ്റ്റ് ഒന്നും നടത്തണ്ട, എല്ലാവരും ഓരോരോ ജീവിതം നോക്കിയിട്ട് വീട്ടിൽ പോയിരുന്നോളെ. അപ്പം നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് ഗാന്ധിജി അപ്പൂപ്പനോടും നെഹ്റുവിനോടും ഒക്കെ ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞ പേളിമണി ഇപ്പം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു പേളിമണി. ആ ഒരു ചിന്ത പേളിമണിക്ക് വേണം കേട്ടോ. പല ആൾക്കാരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. പേളിമണി ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇടുന്നതിന് മുന്നേ 100 വട്ടം ചിന്തിക്കണം ഇടുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന്. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണമെന്നാണ് പേളിമണി പറയുന്നത്. സമാധാനപരമായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശവും സുരക്ഷിതത്വവും അവർ അർഹിക്കുന്നു. അതേസമയം ഈ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും മറഞ്ഞു പോകരുതെന്നാണ് ആഗ്രഹം. പേളിമണി ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു പാർട്ടിയെ തകർക്കാനാണോ? ഒരിക്കലും അല്ല. ഇതിനകത്ത് വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും അവരുടെ കരിയറിന് വേണ്ടിയിട്ടും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുമാണ്. മനസ്സിലായോ? അല്ലാതെ ഒരു പാർട്ടിയെ ഒന്നിനെ തകർക്കാൻ വേണ്ടിയിട്ടില്ല. ആ പാർട്ടി മിണ്ടാതിരുന്നിട്ട് ഇതിനെല്ലാം കണ്ണടച്ചിരുന്നിട്ട് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് നടക്കുന്ന പ്രൊട്ടസ്റ്റ് മാത്രമാണ്, അല്ലാതെ പേളിമണിയെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. അപ്പോൾ പേളിമണിയുടെ പോസ്റ്റിന്റെ ബാക്കി ഞാൻ വായിക്കാം. ഒരു പ്രക്ഷോഭം വലുതാകുമ്പോൾ വികാരങ്ങൾ ഉയരും, പല അഭിപ്രായങ്ങളും ഉയർന്നു വരും, വിഷയങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകും. എങ്കിലും വിദ്യാർത്ഥിയുടെയും അവർ ആഗ്രഹിക്കുന്ന നല്ല ഭാവിയുടെയും കാര്യത്തിലാണ് ശ്രദ്ധ തുടർന്നിരിക്കേണ്ടത്. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആക്രമത്തെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. അത് ആരുടെ ഭാഗത്തു നിന്നാലും. ആരാണ് അവിടെ ആക്രമിക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ പോയി പ്രൊട്ടസ്റ്റ് നടത്തുന്ന കുട്ടികളെ ആക്രമിക്കുന്നത് പോലീസുകാരാണ്. എന്നിട്ട് പേളിമണി പറയുന്നത് വേറെ എന്തോ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നതെന്നും പോലീസുകാർ കുട്ടികൾ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ചരിത്രം ഒരു പ്രക്ഷോഭത്തെ ഓർക്കുന്നത് അത് എന്തിനാണ് ആരംഭിച്ചതെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അടിസ്ഥാനമാക്കിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ കാലത്തെ ഓർക്കുമ്പോൾ ധൈര്യവും കരുണയും നല്ല മാറ്റങ്ങളെയും ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കിയ ഒരു തലമുറയുമാണ് ഓർക്കേണ്ടത്. വേദനയോ ഭയമോ വിഭജനമോ അല്ല. പേളിമണി അങ്ങനെ നമ്മൾ അങ്ങ് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പോലും കിട്ടത്തില്ലായിരുന്നു. അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ കലാപങ്ങൾ, ജാലിയൻവാല ബാഗ് പോലുള്ള എത്ര കൂട്ടക്കൊലകളും കലാപങ്ങളും നടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടുന്നത്. ഇതിനർത്ഥം ഇവിടുത്തെ കുട്ടികളാരും പോയിട്ട് ഇപ്പം മരിക്കണം എന്നല്ല. ഇത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ ഒരാൾക്കും ആരെയും തൊടാനുള്ള ഒരു അവകാശവും ഇല്ല. മര്യാദയ്ക്ക് പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കുക അല്ലെങ്കിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കടമ. അല്ലാതെ അവിടെ രാജകീയമായിട്ടുള്ള യാതൊരു പദവിയും അർഹിച്ച് ആരും അവിടെ ഇരിപ്പില്ല. ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് 1 വട്ടമല്ല 2 വട്ടമല്ല 10 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാജിവെച്ചാൽ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഉയർന്നു വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി ഇതിനെക്കാട്ടും ബോറാവും. പേളിമണിയെ പോലെ പ്രിവിലേജ് ഉള്ള ക്യാഷ് ഉള്ള ഒരാൾക്ക് മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സീറ്റ് മേടിച്ചു കൊടുക്കാനോ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഇതുപോലത്തെ നീറ്റ് പരീക്ഷയുടെ ഒരു പേപ്പർ മതി പേളിമണിക്ക് ധാരാളമാണ്. പക്ഷേ ഒരിക്കലും എല്ലാവരുടെയും പാരൻസിന് അതുപോലെ പറ്റിയെന്ന് വരത്തില്ല. പിന്നീട് പേളിമണി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പലരും എൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടു, ചിലർ പ്രോത്സാഹിപ്പിച്ചു, ചിലർ ഞാൻ മിണ്ടാതിരുന്നതിനെ ചോദ്യം ചെയ്തു. രണ്ടും ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വാക്കുകൾ നിരവധി ആളുകളിലേക്ക് എത്തുന്നതിനാൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു സമയത്ത് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെയും സൂക്ഷ്മതയോടും കൂടെ സംസാരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. നാളെ പുതിയ സത്യങ്ങൾ പുറത്തു വന്നാൽ എൻ്റെ അഭിപ്രായം മാറ്റും. അതിനെ ഞാൻ ഭയപ്പെടുത്തില്ല. അതിൻ്റെ ബലഹീനതയെ കാണുന്നില്ല. അതിൻ്റെ വളർച്ചയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഉൾപ്പെടെ ആരുടെ അഭിപ്രായം അന്തിമ സത്യമാണെന്ന് കരുതരുത്. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക. അപ്പം പേളിമണി പറയുന്നത് വെച്ചിട്ട് പേളിമണിയുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പേളിമണി പറയുന്നത് ഇന്ത്യ വിഭജിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാർട്ടി
നമ്മുടെ കറണ്ട് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നീങ്ങുന്നതിനുള്ള ഒരു ഇതാണ് നടക്കുന്നതെന്നാണ് പേളിമണി പറയുന്നത്. പക്ഷേ പലരും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വിചാരിക്കുന്ന ആ ഒരു കാര്യം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീറ്റ് എക്സാമിൻ്റെ ചോദ്യം ചെയ്യലിനെ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് വാക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നിയമത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമാധാനത്തിന് അത് ആവശ്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് പാർട്ടിക്കാർ എന്ത് ചെയ്താലും കണ്ണടച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥ നമുക്ക് ഭാവിയിൽ വരും. എത്രയോ പേര് ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒരു മന്ത്രി ഒരു പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് പോയിട്ട് റേപ്പ് എൻജോയ് ചെയ്തിട്ട് വരാൻ. അതിനെ ചോദ്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പേളിമണി പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സത്യസന്ധതയോടെയും ബഹുമാനത്തോടെയും പ്രത്യാശയോടെയും പങ്കുവെച്ചതിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എല്ലാത്തിനും ഉപരി വിദ്യാർത്ഥികളുടെയും പോലീസുകാരുടെയും എല്ലാ പൗരന്മാരുടെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും കരുണയും നമ്മെ നയിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസവും തുല്യ അവസരങ്ങളും സ്വപ്നം കാണുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെന്നൊരു ഭാവി നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാനാകട്ടെ. ഇങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ ഒരു കറണ്ട് പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ എല്ലാ കാര്യത്തിനെയും പിന്തുണച്ചുകൊണ്ട് പേളിമണി ഇട്ടൊരു പോസ്റ്റാണിത്. ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ എന്ത് പേളിമണിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പേളിമണി ഒരു രാജ്യത്തിലെ കുട്ടികൾ ഇത്രയും കിടന്ന് പ്രൊട്ടസ്റ്റ് നടത്തുമ്പം എത്ര കോൺഫിഡൻസോട് കൂടിയാണ് പേളിമണി വന്നിരുന്ന് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും വീട്ടിൽ തിരിച്ചു പോകും, ഈ പ്രൊട്ടസ്റ്റ് നടത്തണ്ട, അല്ലെങ്കിൽ ഇത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രൊട്ടസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ പലരും അത് ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത എല്ലാ ആൾക്കാരെയും പേളിമണി ബ്ലോക്ക് ചെയ്യും. പേളിമണിയുടെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പേളിമണി സപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഫുൾ പോസിറ്റിവിറ്റി, ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല. നെഗറ്റീവ് കമന്റ് മീൻസ് പേളിമണിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കമന്റ് പോലും ഇല്ല. അങ്ങനെ ആരൊക്കെ ചെയ്തു അവരൊക്കെ പേളിമണി പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അപ്പം അതിന് അഗേൻസ്റ്റ് ആയിട്ട് എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരും ഉണ്ടായിരുന്നില്ല. ബ്ലോക്ക് ചെയ്ത എല്ലാവരും പേളിമണി ബ്ലോക്ക് ചെയ്തതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പേളിമണിയുടെ ഈ വീഡിയോക്ക് അഗേൻസ്റ്റ് ആയിട്ട് സിബി മലയിൽ എന്ന ഡയറക്ടറിന്റെ മകനും ഒരു പോസ്റ്റ്, ഒരു 7 സ്ലൈഡിൽ പേളിമണി ഇട്ടതുപോലെ തന്നെ പേളിമണിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ഉടനെ പേളിമണി അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇതാണ് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ പേളിമണിയെ കുറിച്ച് 10 പേജുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കൂടുതലും അഡീഷണൽ ആയിട്ട് ചില്ലി പൗഡറും അജിനോമോട്ടോ ഒക്കെ ചേർത്തിട്ട് പേളിമണിയുടെ പോസ്റ്റിനെ വളച്ചൊടിച്ച് അൺഹെൽത്തി രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെന്ന്. ശരിക്കും പറഞ്ഞാൽ പേളിമണിയുടെ പോസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇട്ടത് സിബി മലയിലല്ല, സിബി മലയിലെ മകനായിട്ടുള്ള ജോ അങ്ങനെ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പേളിമണി വിചാരിച്ച് സിബി മലയിലാണെന്ന്. അപ്പോൾ ഉടനെ പേളിമണിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഈ പുള്ളിക്കാരൻ പിന്നെയും പോസ്റ്റ് ഇട്ടു. നീ പറഞ്ഞ ഫെയിൽഡ് ആയിട്ടുള്ള ഫിലിം മേക്കർ എൻ്റെ അച്ഛനാണ്, ഞാനല്ല. ഒന്ന് മുൻകൂട്ടി കാണുക ആരുമായിട്ടാണ് നീ ഡീൽ ചെയ്യുന്നത്. എനിവേ എൻ്റെ അച്ഛൻ വളർത്തിയത് നട്ടലുള്ള ഒരുത്തനെയാണ്, അല്ലാതെ നിന്നെ പോലെ ഡിപ്ലോമസി പറയുന്ന കാര്യങ്ങൾ തുറന്ന് പറയാൻ പേടിയുള്ള ഒരു കവോടിനെ അല്ല എന്നുള്ള രീതിയിൽ സിബി മലന്റെ മോൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 100 കണക്കിന് മെസ്സേജുകൾ പേളിമണിക്ക് വേറെ ഞാൻ കാണിച്ചു തരാം. ഷാമോനെ അറിയാലോ, ഷാമോൻ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ആണ് ന്യൂ ബാലൻസ് സ്റ്റോറിന്റെ അംബാസിഡർ ആക്കാൻ കൊള്ളാം, എല്ലാം ബാലൻസ് ആയി പോകുന്നുണ്ട്. പേളിമണിയുടെ ആ ഒരു ഡിപ്ലോമസിയെ എല്ലാവരും ശരിക്കും കളിക്കിട്ടുണ്ട്. നല്ല രീതിക്ക് എല്ലാവരും കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേളിമണി കറന്റ് കമന്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പം പേളിമണിയുടെ ഈ ഡിപ്ലോമസിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പേളിമണി പുറമെ കാണിക്കുന്ന ആ ഒരു ആണോടാ അല്ലടാ ഇല്ലടാ ഊള കമന്റുകൾ, പിന്നെ കുറെ ഗസ്റ്റിനെ വിളിച്ച് വരുത്തി കിടക്കണമെന്ന് കാണിക്കുന്ന കുറെ ഊളത്തരങ്ങൾ, കൊച്ചുങ്ങളൊന്ന് ചിരിച്ചാ തുമ്മിയാ കരഞ്ഞാ വരെ വീഡിയോ വെക്കുന്ന പേളിമണി ഇത്ര വലിയൊരു സംഭവം നടന്നിട്ട് ഇത്രയും നാളും മൗനം പാലിച്ചിട്ട് ലാസ്റ്റ് അവസാനം വന്നിട്ട് യാതൊരു വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താതെ ഒരു സ്റ്റാൻഡും ഇല്ലാണ്ട് വളരെ എന്താ പറയുക മറ്റുള്ളവർ വളരെ ഇറിറ്റേറ്റ് ആക്കുന്ന രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കമന്റ് ഇടുന്നതിനെക്കാട്ടി ഭേദം പേളിമണി വീട്ടിൽ മിണ്ടാതെ കുത്തിയിരിക്കുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് സൈബർ അറ്റാക്ക് പേളിമണിയായിട്ട് ചോദിച്ച് മേടിച്ചതാണ്. ഇതിനെക്കാട്ടും ഭേദം മിണ്ടാതിരിക്കുന്നതായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നത് പോലും മനസ്സിലാക്കാതെ പോലീസുകാർക്ക് ഹേർട്ട് ആവുന്നു, രാജ്യത്തിന് സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പേളിമണി പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് പേളിമണിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, പേളിമണിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. പേളിമണിയുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ എല്ലാവരും ഒരേപോലെയല്ല, എല്ലാവരും ജീവിത രീതികൾ ഒന്നുപോലെയല്ല. അപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് കമന്റ് ചെയ്യാം.